ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്ത് പാകിസ്ഥാന് ഏറ്റവും ഒടുവിൽ കിട്ടിയ നാണം കെട്ട ഒരു വൻ തകർച്ചയെക്കുറിച്ചാണ്. ഇന്ത്യയോട് മുട്ടാൻ നടന്ന് ഒടുവിൽ സ്വന്തം മിസൈൽ കടലിൽ മുങ്ങിപ്പോയ പാകിസ്ഥാന്റെ കഥ കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. പാകിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യയെ പോലൊരു വൻ ശക്തിയോട് എപ്പോഴും അതിർത്തിയിൽ വന്ന് വാലാട്ടുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അവർക്ക് അതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? ചൈന എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന അഹങ്കാരം കൊണ്ടല്ലേ അത്? എന്നാൽ ആ ചൈന തന്നെ പാകിസ്ഥാന്റെ മുഖത്തടിച്ചതുപോലെ ഒരു പണി കൊടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? പാകിസ്ഥാൻ കാലു പിടിച്ച് കരഞ്ഞിട്ടും തന്ത്രപ്രധാനമായ ഒരു തുറമുഖം മുഴുവനായി എഴുതി കൊടുത്തിട്ടും ഒരു തുരുമ്പ് സാങ്കേതിക വിദ്യ പോലും കൊടുക്കാതെ ചൈന അവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞാൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്താകും? ഇവിടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ലോകരാജ്യങ്ങൾക്കിടയിലെ ആണവത്രയ പദവിയെന്നും ഇന്ത്യ ഈ മഹാഭാഗ്യം എപ്പോഴാണ് കൈവരിച്ചതെന്നും അറിയണം. അതിനൊപ്പം തന്നെ ഇന്ത്യക്കൊപ്പം എത്താൻ വേണ്ടി പാകിസ്ഥാൻ കടലിനടിയിൽ നടത്തിയ ആ രഹസ്യ പരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും ഒടുവിൽ പാകിസ്ഥാൻ കെഞ്ചിയപ്പോൾ ചൈന അവരെ അപ്പാടെ കൈവിട്ടത് എന്തുകൊണ്ടാണെന്നും ചൈനയുടെ യഥാർത്ഥ കുതന്ത്രം എന്താണെന്നും നമുക്ക് പരിശോധിക്കാം. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ആണവത്രയം അഥവാ ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പരിശോധിക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു രാജ്യത്തിന് 3 വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ശത്രുവിന് നേരെ ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുണ്ടാക്കുന്ന അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തേത് കരയിൽ നിന്ന് വലിയ ബാലിസ്റ്റിക് മിസൈലുകൾ വഴി ശത്രു രാജ്യത്തേക്ക് നേരിട്ട് തൊടുക്കുക എന്നതാണ്. രണ്ടാമത്തേത് ആകാശത്ത് നിന്ന് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വഴി പറന്നു ചെന്ന് ശത്രുവിന്റെ സൈനിക താവളങ്ങൾക്ക് മുകളിലേക്ക് ആണവായുധങ്ങൾ വർഷിക്കുക എന്നതുമാണ്. എന്നാൽ ഇതിൽ മൂന്നാമത്തെ വഴിയാണ് ഏറ്റവും തന്ത്രപ്രധാനവും മാരകവുമായി കണക്കാക്കപ്പെടുന്നത്. അതായത് കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചു കിടക്കുന്ന ആണവ അന്തർവാഹിനികളിൽ നിന്ന് ശത്രു അറിയാതെ ആണവ മിസൈലുകൾ തൊടുക്കുക എന്നതാണ് ഈ മൂന്നാമത്തെ മാർഗം. കടലിനടിയിൽ നിന്നുള്ള ഈ ആക്രമണ ശേഷിയെ പ്രതിരോധ രംഗത്ത് ഏറ്റവും സുരക്ഷിതവും അതേസമയം ശത്രുവിന് വൻ നാശനഷ്ടം വരുത്തുന്നതുമായിട്ടാണ് വിലയിരുത്തുന്നത്. സൈനിക ഭാഷയിൽ ഇതിനെ സെക്കൻഡ് സ്ട്രൈക്ക് കപ്പാബിലിറ്റി എന്ന് പറയുന്നു. അതായത് ഒരു ശത്രു രാജ്യം പെട്ടെന്ന് വന്ന് നമ്മുടെ കരയിലെയും ആകാശത്തെയും സൈനിക താവളങ്ങൾ ആക്രമിച്ച് തകർത്താൽ പോലും കടലിനടിയിൽ ഒളിച്ചിരിക്കുന്ന നമ്മുടെ മുങ്ങിക്കപ്പലുകൾ സുരക്ഷിതമായിരിക്കും. അവ ഉപയോഗിച്ച് ശത്രുവിന്റെ നെഞ്ചിലേക്ക് നമുക്ക് ശക്തമായി തിരിച്ചടിക്കാൻ സാധിക്കും. ഈ 3 ശേഷിയുള്ള ലോകത്തിലെ വിരലിൽ ഉണ്ടാവുന്ന രാജ്യങ്ങളെയാണ് ആണവത്രയ പദവിയുള്ളവർ എന്ന് വിളിക്കുന്നത്. അമേരിക്ക, റഷ്യ, ചൈന, പിന്നെ നമ്മുടെ ഇന്ത്യ എന്നിവർക്കാണ് നിലവിൽ ഈ പദവിയുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇനി ഇന്ത്യ എപ്പോഴാണ് ഈ പദവി നേടിയതെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഈ പദവി നേടാൻ വേണ്ടി ലോകത്ത് ഒരു രാജ്യത്തിന്റെയും മുന്നിൽ സഹായം ചോദിച്ചു പോയിട്ടില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ പ്രതിരോധ നയങ്ങളുടെയും മറ്റും തദ്ദേശീയമായ കഠിനാധ്വാനത്തിന്റെയും ഫലമായി ഇന്ത്യ സ്വന്തമായ ഒരു വമ്പൻ ആണവ അന്തർവാഹിനി നിർമ്മിച്ചെടുത്തു. അതിന്റെ പേരാണ് INS ഹരിയത്. തുടർന്ന് 2018 ആഗസ്റ്റിൽ ഈ അന്തർവാഹിനി ഉപയോഗിച്ച ഇന്ത്യ ലോകത്തെ ഞെട്ടിച്ച ചരിത്ര പരീക്ഷണം നടത്തി. കടലിനടിയിൽ 20 മീറ്റർ താഴെ ഒളിച്ചു കിടന്നുകൊണ്ട് INS ഹരിഹന്തിൽ നിന്ന് B5 എന്ന ആണവ മിസൈൽ ഇന്ത്യ വിജയകരമായി തൊടുത്തുവിട്ടു. കടലിന്റെ നെഞ്ചി പിളർന്ന ആ മിസൈൽ ആകാശത്തേക്ക് കുതിച്ചുയർന്ന ആ നിമിഷം ലോകരാജ്യങ്ങൾ ഭാരതത്തിന്റെ പ്രതിരോധ കരുത്തിനു മുന്നിൽ അത്ഭുതപ്പെട്ടതാണ്. അന്ന് മുതൽ ഇന്ത്യ ഔദ്യോഗികമായി ആണവത്രയ പദവിയുള്ള വൻ ശക്തികളുടെ പട്ടികയിലേക്ക് നെഞ്ചു വിരിച്ച് കയറിയിരുന്നു എന്ന് ചരിത്ര രേഖകൾ വ്യക്തമാക്കുകയാണ്. ഇനി ഇന്ത്യക്ക് ഈ പദവിയുണ്ടെന്ന് കണ്ടപ്പോൾ മുതൽ പാകിസ്ഥാനും ഈ ശേഷി കൈവരിക്കാൻ കഠിനമായി ശ്രമിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്കൊപ്പം എത്താൻ വേണ്ടി അവരും കടലിലേക്ക് ഒളിപ്പോരിനായി ഇറങ്ങി പുറപ്പെട്ടു. കരയിൽ നിന്നും ആകാശത്ത് നിന്നും ആണവായുധം വിടാൻ പാകിസ്ഥാൻ ശേഷിയുണ്ടെങ്കിലും കടലിനടിയിൽ നിന്നുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ അവർക്ക് സ്വന്തമായി ഇല്ലായിരുന്നു. അതിനായി അവർ സ്വന്തമായ ഒരു ക്രൂയിസ് മിസൈൽ നിർമ്മിച്ചെടുത്തു. അതിന് ബാബർ 3 എന്ന് പേരുമിട്ടു. എന്നിട്ട് വലിയ അവകാശവാദങ്ങളുടെ ഈ മിസൈൽ കൊണ്ട് കടലിൽ പോയി അന്തർവാഹിനിയിൽ നിന്ന് പരീക്ഷിച്ചു. എന്നാൽ പുറത്തു വന്ന പ്രതിരോധ രേഖകൾ പ്രകാരം 1 അല്ല 2 തവണയാണ് അവർ ഈ പരീക്ഷണം നടത്തിയത്. 2 തവണയും മിസൈൽ ലക്ഷ്യം കാണാതെ പരാജയപ്പെടുകയും നേരെ കടലിന്റെ അടിത്തട്ടിലേക്ക് തന്നെ പതിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ ഈ പരാജയങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അവർക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. അടിസ്ഥാന സാങ്കേതിക വിദ്യ പോലും ഇല്ലാതെയാണ് ഇവർ ഇന്ത്യയോട് മുട്ടാൻ വരുന്നതെന്ന് അന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇങ്ങനെ സ്വന്തം മിസൈൽ പരീക്ഷണങ്ങൾ
പരാജയപ്പെട്ട് നാണം കെട്ട് നിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ തങ്ങളുടെ അടുത്ത തന്ത്രം പ്രയോഗിച്ചത്. അവർ നേരെ തങ്ങളുടെ സഖ്യകക്ഷിയായ ചൈനയുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു ചെന്നു. ആ അന്തർവാഹിനി മിസൈൽ സാങ്കേതികവിദ്യ ഒന്ന് തന്ന് സഹായിക്കണമെന്ന് അവർ ചൈനയോട് ആവശ്യപ്പെട്ടു. വെറുതെ ചോദിച്ചാൽ തരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ തന്ത്രപ്രധാനമായ ഗ്വാദാർ തുറമുഖം വരെ 2024 ചൈനയ്ക്ക് പൂർണ്ണമായി വിട്ടു നൽകി. എന്നാൽ ചോർന്നു കിട്ടിയ പാകിസ്ഥാന്റെ ഈ പ്രതിരോധ രേഖകൾ പ്രകാരം ചൈന ഈ ആവശ്യം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പാകിസ്ഥാനെ ചൈന കറിവേപ്പില പോലെ കൈവിട്ടു എന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് ചൈന ഇത് ചെയ്തതെന്ന് പരിശോധിച്ചാൽ അതിനു പിന്നിൽ വ്യക്തമായ തന്ത്രങ്ങളുണ്ട്. ചൈനയ്ക്ക് പാകിസ്ഥാനെ നന്നായി അറിയാം. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ചൈന വളർത്തുന്ന ഒരു ഉപകരണം മാത്രമാണ്. അവർ ഒരിക്കലും സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വലിയ പ്രതിരോധ ശക്തിയാകാൻ ചൈന ആഗ്രഹിക്കുന്നില്ല. നാളെ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ പാകിസ്ഥാന് കൊടുത്താൽ അത് ഇന്ത്യയുമായി ഒരു വലിയ ആണവ യുദ്ധത്തിന് കാരണമായേക്കാം. അത് ചൈനയുടെ ഏഷ്യൻ മേഖലയിലെ ബിസിനസ്സുകളെയും സുരക്ഷയെയും ദോഷകരമായി ബാധിക്കും. ചുരുക്കത്തിൽ ചൈനയ്ക്ക് ഭാവിയിൽ ഭീഷണിയായേക്കാവുന്ന ഒരു സാങ്കേതിക വിദ്യയും അവർ പാകിസ്ഥാന് വെറുതെ കൊടുക്കില്ല എന്ന് ഈ സംഭവത്തോടെ തെളിഞ്ഞിരിക്കുകയാണ്. പുറത്തു വന്ന ഈ പുതിയ രേഖകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പ്രതിരോധ രംഗത്ത് ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം ഇന്ത്യ ഇന്ന് കൈവരിച്ച ആഗോള മേധാവിത്വവും അതിനൊപ്പം ഓടിയെത്താൻ ശ്രമിച്ച് പാകിസ്ഥാൻ നേരിട്ട പൂർണ്ണമായ പരാജയവുമാണ് നമ്മൾ കണ്ടത്. കടൽ കടന്നുള്ള ചൈനീസ് കെണിയിൽ വീട് സ്വന്തം പരമാധികാരം പോലും പണയപ്പെടുത്തിയ പാകിസ്ഥാന് ചൈന നൽകിയ ഈ വലിയ തിരിച്ചടി ഒരു പാഠമാണ്. തന്ത്രപ്രധാനമായ സാങ്കേതിക വിദ്യകളിൽ ചൈന ഇട്ടിരിക്കുന്ന ഈ അതിർവരമ്പുകൾ തെളിയിക്കുന്നത് ഒന്നു മാത്രം: അയൽരാജ്യത്തെ വെറുമൊരു ആയുധമായി ഉപയോഗിക്കുക എന്നതിനപ്പുറം അവരെ ഒന്നിനും ചൈന കൊള്ളില്ല എന്ന് തന്നെയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ ദീർഘവീക്ഷണവും നരേന്ദ്രമോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് നയങ്ങളും കൂടുതൽ പ്രസക്തമാകുന്നത്. ഇന്ന് ഇന്ത്യൻ മഹാസമുദ്രം മുതൽ ആഗോള പ്രതിരോധ ഭൂപടം വരെ ഭാരതത്തിന്റെ കരുത്തിനു മുന്നിൽ ശത്രുക്കൾ ഒന്നടങ്കം നിഷ്പ്രഭരാകുകയാണ്. ശത്രുപാളയത്തിലെ കുതന്ത്രങ്ങളെ തകർത്തെറിഞ്ഞ് സമുദ്രത്തിലും ആകാശത്തിലും ഭൂമിയിലും ഒരേപോലെ മുഴക്കി ഭാരതം അതിന്റെ വിജയയാത്ര തുടരുക തന്നെയാണ്. ഈ വിഷയത്തെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ വിശകലനം ചെയ്താൽ മറ്റൊരു പ്രധാന വസ്തുത കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന ഒറ്റപ്പെടലിന്റെയും തകർച്ചയുടെയും നേർചിത്രമാണ് ഈ രഹസ്യരേഖകൾ വ്യക്തമാക്കുന്നത്. ഒരു കാലത്ത് അമേരിക്കയെ പോലുള്ള വൻ ശക്തികൾ നൽകിയ സാമ്പത്തിക സൈനിക സഹായങ്ങൾ കൊണ്ട് മാത്രം നിലനിന്നു പോയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ നിലപാടുകൾ കാരണം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അവരെ പൂർണ്ണമായും കൈവിട്ടു കഴിഞ്ഞു. ഒടുവിൽ ലോക ഭൂപടത്തിൽ തങ്ങൾക്ക് അഭയം നൽകാൻ ചൈന മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിലാണ് പാകിസ്ഥാൻ ചൈനയുടെ കാൽക്കൽ വീണത്. എന്നാൽ ചൈനീസ് കടക്കണിയിൽപ്പെട്ട് സ്വന്തം സമ്പദ് വ്യവസ്ഥയും പരമാധികാരവും പണയപ്പെടുത്തിയ പാകിസ്ഥാന് ചൈന നൽകിയ ഈ വലിയ തിരിച്ചടി അവരുടെ തന്ത്രപരമായ പതനത്തിന്റെ ആഴം കൂട്ടുകയാണ്. തന്ത്രപ്രധാനമായ സാങ്കേതിക വിദ്യകളിൽ ചൈന ഇട്ടിരിക്കുന്ന ഈ അതിർവരമ്പുകൾ തെളിയിക്കുന്നത് ഒന്നു മാത്രം: അയൽരാജ്യത്തെ വെറുമൊരു ഉപകരണം മാത്രമായി നിലനിർത്തുക എന്നതിനപ്പുറം അവരെ ഒന്നിനും ചൈന കൊള്ളില്ല എന്ന് തന്നെയാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ പോലും മറ്റൊരു രാജ്യത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ച ഒരു ജനതയ്ക്ക് ഇതിനപ്പുറം വലിയൊരു പതനം വരാനില്ല. ഇന്ത്യയുടെ ദീർഘവീക്ഷണവും നരേന്ദ്രമോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് നയങ്ങളും കൂടുതൽ പ്രസക്തമാവുകയാണ് ഇവിടെ. നമ്മൾ ആരുടെയും മുന്നിൽ ഭിക്ഷ യാചിച്ചിട്ടല്ല, ആരുടെയും സാങ്കേതിക വിദ്യ മോഷ്ടിച്ചിട്ടുമില്ല. ഇന്ന് ഇന്ത്യൻ സൈന്യവും മറ്റും തദ്ദേശീയമായി നിർമ്മിച്ചെടുക്കുന്ന മിസൈലുകളും അന്തർവാഹിനികളും കണ്ട് ലോകം മുഴുവൻ അത്ഭുതപ്പെടുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രം മുതൽ ആഗോള പ്രതിരോധ ഭൂപടം വരെ ഭാരതത്തിന്റെ കരുത്തിൻ മുന്നിൽ ശത്രുക്കൾ ഒന്നടങ്കം നിഷ്പ്രഭരാകുകയാണ്. ഇനി ഒരു നൂറ്റാണ്ട് ശ്രമിച്ചാലും പാകിസ്ഥാന് ഭാരതത്തിന്റെ ഈ പ്രതിരോധ കരുത്തിന്റെ നിഴലിൽ പോലും എത്താൻ സാധിക്കില്ല എന്ന് ഈ സംഭവങ്ങൾ അടിവരയിടുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.